തലസ്ഥാനത്ത് ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു. നെയ്യാറ്റിൻകര കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് സംഭവമുണ്ടായത്. ആറലമൂട് സ്വദേശി കുമാരിയാണ് മരിച്ചത്. മരുന്ന് മാറി നൽകിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മൂത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യാനെത്തിയതാണ് കുമാരി. മരണകാരണം ഹൃദയാഘാതം എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ബന്ധുക്കളെ വിളിച്ചു. ഞാനും ആന്റിയും കൂടിയാണ് അകത്ത് കയറിയത്. അപ്പോൾ അവിടെ ബിപിയും ഹാർട്ട് ബീറ്റും ആദ്യം പറഞ്ഞ് ബിപി ഇത്തിരി നോർമലായി വരുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് അത്ര ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ഒരിക്കൽ ഇറക്കി. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് ആന്റിയാണ് പോയി കയറി സംസാരിച്ചു. ഇതിൽ വല്ല സംഭവിച്ചതാണോ, ദുരുപയോഗം ഉണ്ടോന്നൊന്നും അറിയാനുള്ള ഒരിതാണ്. ഞങ്ങൾക്ക് അതിലൊരു പരാതിയുണ്ട്, അന്വേഷണം വേണം. അതെന്തരാണ് സംഭവിച്ചതെന്നൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതിനോട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേർന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, തിരുവനന്തപുരം കാരക്കോണം CSI മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയക്കിടെയാണ് കുമാരി, ആറാലിമൂട് സ്വദേശിയാണ്, 56 വയസ്സുള്ള ഇവർ മരിക്കുകയായിരുന്നു. ശസ്ത്രക്രിയക്കിടെ ഇവർക്ക് ഹൃദയാഘാതമുണ്ടായി എന്നാണ് അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത്. എന്നാൽ രോഗിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇവർക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല, മരുന്ന് മാറി നൽകിയതാണ് ഇത്തരത്തിലൊരു മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് വെള്ളറട പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും അന്വേഷിച്ചു വരികയാണ് എന്താണ് ഈ ഒരു മരണകാരണമെന്ന്. മൂത്രക്കല്ല് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കാണ് കാരക്കോണം ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കുമാരി എത്തിച്ചേർന്നത്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കുമാരി, BP അതുപോലെ തന്നെ ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ യാതൊന്നും വരാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഹൃദയാഘാതം ഉണ്ടാവുകയും ഈ ഒരു മരണം സംഭവിച്ചു എന്ന് അധികൃതർ പറയുന്നു എന്നൊരു കാര്യമാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും വീട്ടുകാരുടെ പരാതിയിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങളെല്ലാം തുടർന്ന് മണിക്കൂറിൽ മാത്രമായിരിക്കും ലഭ്യമാവുക. ശരി, ശ്രീനന്ദയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.